വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Beautrickz. ഞാൻ ജീനു. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അത് ഞാൻ ഫേസ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലീവർ ആയുഷിൻ്റെ നാച്ചുറൽ ഫെയർനെസ് ഫേസ് വാഷ്, സാഫ്രൻ ഫേസ് വാഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പീ സൈസിൽ മാത്രം എടുത്താൽ മതി. ഒരു ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്ക് ഫോം കിട്ടും. നന്നായിട്ട് കയ്യിലിങ്ങനെ പതപ്പിച്ചിട്ട് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഈവനായിട്ട് എല്ലായിടത്തും ക്ലീൻ ചെയ്യാം. എസ്പെഷ്യലി ടീ സോൺ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം അവിടെയാണ് നമുക്ക് നന്നായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നതും കുരു വരാൻ ചാൻസ് കൂടുതലുള്ളതും ആ ഒരു ഏരിയാസിലൊക്കെ ആയിരിക്കും. മിനിമം ഒരു 30 സെക്കൻഡ്സ് എങ്കിലും നമ്മളിതേപോലെ ക്ലെൻസ് ചെയ്യാനായിട്ട് ടൈം എടുക്കുക. മാക്സിമം ഒരു 1 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. അതുകഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ളത് തോർത്തോ ടവൽ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് ഫേസ് ഫുൾ പാക്ക് ഡ്രൈ ചെയ്യുക. ഒരിക്കലും ഉരയ്ക്കരുത്. അങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഗ്ലോ ഒക്കെ അങ്ങ് പോയി ഡ്രൈ ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണിംഗ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടോണർ ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്. നിങ്ങൾ എപ്പോഴും ടോണർ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രീൻ ടീ, ക്യുക്കുംബർ അല്ലെങ്കിൽ പ്ലെയിൻ റോസ് വാട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടോണർ യൂസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസിലേക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ പാഡിലേക്ക് ടോണർ സ്പ്രേ ചെയ്തിട്ടാണെങ്കിലും വൈപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ എക്സസ് ആയിട്ടുള്ള ഡോട്ട്, നമ്മുടെ പോഴ്സിലൊക്കെ ലീക്കായിട്ടുള്ള ആ ഒരു ഡോട്ടിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പിമ്പിൾസ് വരുന്നത് റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൂടുതലും ഓയിൽ സ്കിന്നുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കുരു കുറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഹാർഷായിട്ടൊന്നും വൈപ്പ് ചെയ്യണ്ട, പതുക്കെ വൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ചെറിയ ഡേർട്ട് പാർട്ടിക്കിൾസ് സ്കിന്നിൽ നിന്ന് പോന്നിട്ടുണ്ട് കോട്ടൺ പാഡിലേക്ക്. നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഗെയിൻ ഗുഡ് വൈബ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, റോസ് ഹിപ്പ് ഫേസ് സീറം. ഇനി അത് ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് 2 ചീക്സിലിട്ടിട്ട് അതാണ് ഞാൻ ഫേസ് ഫുൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ലൈറ്റ് മസാജും കൂടെ കൊടുക്കുന്നത് സ്കിന്നിന് വളരെ നല്ലൊരു റിലാക്സിങ് ഫീൽ കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. മസാജ് ചെയ്യുമ്പോൾ റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് കണ്ണിന് ചുറ്റിനും മസാജ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് മസാജ് ചെയ്യുന്നത്. ഹാർഷായിട്ടൊന്നും കണ്ണിന് ചുറ്റും ചെയ്യാൻ പാടില്ല, കാരണം അടുത്ത സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റഡ് ആണ്. അതേപോലെ സ്കിൻ അപ്വേർഡ് മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ജോളൈൻ്റെ അവിടെ ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് പോലെ കൈ വെച്ചിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ജോലൈനൊക്കെ ഒന്ന് ഡിഫൈൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ സ്കിൻ കെയർ പയ്യെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പുള്ള കുട്ടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ നോക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.